ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ ഹിന്ദി ഈ കഴിഞ്ഞ ഓണം എക്സാമിൻ്റെ ആൻസർ ഡിസ്കഷൻ ആണ്. ആൻസർ എല്ലാം നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അധികം ഡിസ്കസ് ചെയ്യുന്നുണ്ടാവില്ല. ആൻസർ കീ ആയിരിക്കും ഫോക്കസ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ അത് വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലും ആൻസേഴ്സ് മിസ്സായിട്ടുണ്ട്, ആൻസറിൽ മാറ്റമുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ താഴെ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ് 6 ഹിന്ദി ഓണം എക്സാം ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസർ കീ 2025. ഇപ്പം നിങ്ങൾ എഴുതി കഴിഞ്ഞ ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണിത്. ആദ്യത്തെ एक्टिविटी गतिविधि फर्स्ट सूचना रूरू कहानी का यह अंश पढ़े और प्रश्नों के उत्तर लिखें. റൂറുവിൻ്റെ കഥയിലത്തെ ഒരു 3 ലൈൻ തന്നിട്ടുണ്ട്. റൂറു അത് മാത്രം ഞാൻ വായിക്കാം. റൂറു एक कंगारू का बच्चा था. कंगारू के बच्चे को जॉयस कहते हैं. वैसे ही जैसे कुत्ते के बच्चे को पिल्ला और बिल्ली के बच्चे को बिलौटा कहते हैं. उसकी अम्मी उसे रूरू बुलाती थी क्योंकि वह ഹമേഷ റോത്ത റഹത. ഈ ഹിന്ദികൾ വെച്ചിട്ട് ആൻസർ ചെയ്യാനാണ്. ക്വസ്റ്റ്യൻ നോക്കാം. റൂറു കോൻ ഹെ? ആൻസർ എന്താണ്? റൂറു കങ്കാരു കാ ബച്ച ഹെ. ഇതാണ് ആൻസർ. റൂറു ഹമേഷ ക്യാ കർത്താ റഹത ഹെ? എപ്പോഴും എന്തോ ചെയ്തുകൊണ്ടിരുന്നത്? റോത്ത റഹത ഹെ. ഇനി മാച്ച് ദി ഫോളോയിങ് ആണ്. കുത്തേൻ്റെ കുട്ടീനെ പിള്ള പറയും. അതുപോലെ തന്നെ കങ്കാരു ജോയ്സ്, ബില്ലി ബില്ലൗട്ട. നെക്സ്റ്റ് നമുക്ക് നീലി ചിടിയ കവിതയ്ക്ക് ഈ പങ്ക്തിയാൻ പടേ ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖെന്നാണ്. നീലി കവിത ചിടിയ അതിലത്തെ 4 ലൈൻസ് തന്നിട്ടുണ്ട്. അതിന് ആൻസർ കണ്ടുപിടിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കവിതാമേ പക്ഷി കെ ലിയെ കിസ് ശബ്ദ കാ പ്രयोग किया है? കവിതയിൽ പക്ഷി എന്നതിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ചിടിയ. നമൂനെ കെ അനുസാർ കവിതാമേ 4 പങ്ക്തിയാൻ ചോടേം. 5 എന്ത് തന്നിട്ടുണ്ട്? വേർഡ്സ് തന്നിട്ടുണ്ട്. അത് വെച്ച് സെൻറ്റൻസ് മേക്ക് ചെയ്യണം നമ്മൾ. ഫുത്കർ ചലന അവർ തന്നിട്ടുണ്ട്. ഫുത്കർ ചലനെ വാലി ചിടിയ. അടുത്തത് ഗർ ബനാനയാണ്. ഗർ ബനാനെ വാലി ചിടിയ. അടുത്തത് ഗീത് സുനാനയാണ്. ഗീത് സുനാനെ വാലി ചിടിയ. അടുത്തത് ഫർഫർ ഉടനെയാണ്. ഫർഫർ ഉടനെ വാലി ചിടിയ. അടുത്തത് പാനി പീനെയാണ്. പാനി പീനെ വാലി ചിടിയ. അടുത്തത് ബാദൽ കവിതാക്കി. ഇത് ഓർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇപ്പോൾ എഴുതിയ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇത് ചെയ്യുക എന്നുള്ള ഓർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അപ്പോൾ ബാദൽ കവിതയിലത്തെ ലൈൻസ് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ആൻസർ ചെയ്യാനാണ്. ജൂം ജൂം കർ കോൻ നാച്താ ഹെ? മോർ, മയിലാണ് കേട്ടോ. നമൂനെ കെ അനുസാർ ഏക് ജോഡ ജുൻകർ ലിഖേ. നയ്യ ഗയ്യ. നയ്യ റൈമിംഗ് വേർഡ്സ് ആണ്. നയ്യ ഗയ്യ. അതുപോലെ നമുക്ക് ദിക്കായേ ഗായേ. ഓക്കെ, ഇതേ വരുള്ളൂ. നെക്സ്റ്റ്, ഈ ചിത്രയ്ക്ക് ആശയവാലി പങ്ക്തിയം കവിത സെ ചുൻകർ ലിഖേം. ഈ ചിത്രത്തിന്റെ ആശയം വരുന്ന ലൈൻസ് എടുത്ത് എഴുതാനാണ്. ആ ലൈൻസ് ഇതാണ്. ബർസെ ബാദൽ കൽക്കൽ ചൽച്ചൽ തൈർ ചലി കാഗസ് കി നയ്യ പൂൻ ചുടാക്കർ ബാഗി ഗയ്യ. അടുത്ത ആക്ടിവിറ്റി 3 ആണ്. നമുക്കിവിടെ എൻവയോൺമെന്റ് ഡേ, അതായത് പരിസ്ഥിതി ദിവസത്തിന്റെ ആണ് സെന്റൻസ് തന്നിരിക്കുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. വിശ്വ പര്യാവരൺ ദിവസ് കബ് മനായ ജാതാ ഹെ? ആൻസർ ജൂൺ 5 ആണ്. पर्यावरण संरक्षण विषय पर പോസ്റ്റർ തയ്യാർ കരേൻ. പര്യാവരൺ സംരക്ഷണം, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണ പോസ്റ്റർ ആണ്. ഇതുപോലെ ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രം വരയ്ക്കാം. എന്നിട്ട് നിങ്ങൾക്ക് പര്യാവരൺ കി രക്ഷ, ധർത്തി കി സുരക്ഷ, അതുപോലെ 5 ജൂൺ വിശ്വ പര്യാവരൺ ദിവസ്, ഇങ്ങനെയാണ് ഒരു പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. നെക്സ്റ്റ്, കവിതാംശ് പഠേ ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖേം. ആ 4 വരി വായിക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ചിടിയ റാണി കബ് ഉഡ് ജാത്തി ഹെ? ആൻസർ സുബഹ്. അടുത്തത്, സമാൻ ആശയ വാലി പങ്ക്തിയാൻ ചുൻകർ ലിഖേ. പതാ നഹി തും സബേരെ ഉഡ്കർ ക്യാ ഗാത്തി ഹോ? അപ്പോൾ ഇത് ഈ ആശയം വരുന്ന ലൈൻസ് ഇതാണ് കേട്ടോ. സുബ സബേരെ ഉഡ് ജാത്തി ഹോ ന ജാനെ ക്യാ ഗാത്തി ഹോ. അടുത്ത ക്വസ്റ്റ്യൻ, ചിടിയ പേടോം കി റാണി ഹെ എന്ന് വരുന്ന ലൈൻസ് ഇതാണ്. ആദ്യത്തെ 2 ചിടിയ റാണി തും ഹോ പേടോം കി റാണി. നെക്സ്റ്റ്, 5 സാർത്ഥക് ശബ്ദ ढूंढे लिखे. ഇതിൽ നിന്ന് അർത്ഥം വരുന്ന 5 വേർഡ്സ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പരിവാർ എന്നൊരു വേർഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കങ്കാരു, ബാദൽ, പക്ഷി, ജൽ, ഇത്രയും വേർഡ്സ് വരുന്നുണ്ട്. ഇത് കൂടാണ്ട് നിങ്ങൾ നോക്കുക. അതിൽ ഇനിയും വേർഡ്സ് ഉണ്ടായിരിക്കും. ഇതൊക്കെ വരും കേട്ടോ. ജേബ്, കങ്കാരുവിൻ്റെ ജേബ്, ആ പോക്കറ്റ് കങ്കാരുവിൻ്റെ. പിന്നെ അതുപോലെ തന്നെ
അങ്ങനത്തെ കുറച്ച് വേർഡൊക്കെ ഇതിനകത്ത് ഉണ്ടായിരിക്കും. ഇതല്ലാണ്ട് അത് നിങ്ങൾ ഇത് നമുക്ക് ആകെ കൂടെ 5 എണ്ണം മതിയല്ലോ, അതുകൊണ്ടാണ് ഇത്രയും മാത്രം എഴുതിയത് കേട്ടോ. നെക്സ്റ്റ് റൂറു കഹാനി കാ യേ അംശ് പഠേ और प्रश्नों के उत्तर लिखे എന്നാണ്. റൂറു കഹാനിയിലത്തെ ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ബച്ചേ കോ കഹാ സുരക്ഷിത് രക്കാ എന്നാണ്. എവിടെയായിരുന്നു? അമ്മിക്ക് ജേബ് മേ. ആദ്യത്തെ ഇതാണ് ആൻസർ. अगले दिन चिड़िया के मित्र बच्चों से मिलने आए, दोनों की बातचीत की पूर्ति करें. അപ്പോൾ അടുത്ത ദിവസം ഈ പക്ഷിക്കുട്ടികളെ കങ്കാരു അമ്മേൻ്റെ പോക്കറ്റിലാണല്ലോ, അത് കാണാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സ് വന്നു. അപ്പോൾ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ, ഇത് നിങ്ങൾ ആ പാഠത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കോൺവെർസേഷൻ നോക്കാം നമുക്ക്. ഹാത്തി കങ്കാരു കി ജേബ് മേ ക്യാ രഹാ. കേസേന്നാക്കുക കേട്ടോ, കേസേന്നാണ്, പെട്ടെന്ന് ചെയ്യണോണ്ടാണ് കേസ രഹ. ഓക്കെ, ഈ ചിടിയ എന്ന് പറയുന്നത് ബച്ച ആണ് കേട്ടോ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബച്ച എന്ന് എഴുതിയിരിക്കുന്നതാണ് ഈ ചിടിയ. ഞാൻ ചിടിയ എന്ന് എഴുതിയെന്നേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബച്ച എന്ന് എഴുതാം കേട്ടോ. ബഹുത് മസേദാർ കങ്കാരു കി ജേബ് മേ ഗേൽനെ കാ മോക്ക മില. മേഡക് പറയാണ്, ക്യാ വഹ ജഗത്തി മുझे भी ഗേൽനെ ചാഹിയേ താ. ചിടിയ. അപ്പം ചിടിയ എന്ന് പറയുന്നത് ബച്ചാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ചിടിയ പറയുന്നത് പക്ഷിക്കുട്ടികളാണല്ലോ ആ പോക്കറ്റിൽ കൊണ്ടുപോയിട്ട് സേഫായിട്ട് വെച്ചത് പക്ഷിക്കുട്ടികൾ തന്നെയാണ്. അപ്പോൾ ബച്ച ഹാ ദോടി ജഗ ബി മേഡക് തും ബി ആ സക്തേ തോ ബാലു മേ തോ ബഡാ ഹൂ മേ നഹി ആ സക്ത. അപ്പോൾ ബച്ച പറയണത്, ചിടിയ പറയണത് ബച്ച തന്നെയാണ്. അപ്പോൾ പറയും സഹി കഹാ ബാലു വഹ ചോട്ടെ ജാൻവരി. ഇത് ഞാൻ തിരുത്താണ് കേട്ടോ, തെറ്റുള്ളതെല്ലാം ഞാൻ ഇവിടെ തിരുത്തുന്നുണ്ട്. സ്പെല്ലിംഗ് എവിടെയെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ചോട്ടെ ജാൻവരി കെലിയെ ഹി ജഗ ഹേ. കങ്കാരു പറയാണ്, അഗലി ബാർ മേഡക് और चिड़िया तुम दोनों साथ में आना. ഓക്കെ, മേഡക് പറയും, മേഡക് और ബച്ച, ഇവിടെ ചിടിയാണ് കേട്ടോ. മേഡക് और ബച്ച രണ്ടുപേരും കൂടി പറയും ടീക് ഹേ ധന്യവാദ്. ഇത് തെറ്റാണെന്ന് കരുതരുത്. ഇത് നോട്ടിൽ എഴുതിയിട്ടുള്ള, നിങ്ങളുടെ നോട്ടിൽ നമ്മൾ ഈ എക്സസൈസ് ചെയ്തിട്ടുണ്ട്. ആ നോട്ട് തന്നെയാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് മിസ്റ്റേക്ക് വന്നത് ഞാൻ തിരുത്തിയിരിക്കുന്നത് കേട്ടോ. നോട്ട് ചെയ്തെടുക്കുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. അടുത്തത് നമുക്കൊരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് കോൺവെർസേഷൻ വരുന്ന ക്വസ്റ്റ്യൻ എഴുതാൻ കിട്ടിയില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എഴുതുക. सीकड़ी मछली सूखी क्यों नहीं, लोग अदा का ये अंश पढ़े और प्रश्नों के उत्तर लिखे. मुझे धूप ही नहीं मिली, किसने कहा. എനിക്ക് വെയിൽ കിട്ടുന്നില്ല എന്ന് ആരാണ് പറയുന്നത്? സീക്കടി. ആ മീനിനെയാണ് സീക്കടി എന്ന് പറയുക കേട്ടോ. നെക്സ്റ്റ് ബൂട്ടി അമ്മ और सीकड़ी की बातचीत की पूर्ति करें. ബൂട്ടി അമ്മയും സീക്കടി മീനും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. ബൂട്ടി അമ്മ സീക്കടി और सीकड़ी तुम क्यों नहीं सूखी. സീക്കടി പറയും मैं कैसे सूखूं. ബൂട്ടി അമ്മ क्या हुआ. സീക്കടി मुझे धूप ही नहीं मिली तो मैं कैसे सुखाए. ഇവിടെ സൂക്കും നാക്കുക കേട്ടോ. ഇത് സുഖായെന്നൊക്കെയാണ്, അല്ലെങ്കിൽ അവിടെ നമുക്ക് ഇതുണ്ടോ, ഇവിടെ സൂക്കും തന്നെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈസി ആയിട്ട് അതന്നെ പഠിച്ചാൽ മതിയല്ലോ. ഓക്കെ, ബൂട്ടിയമ്മ തുമേ ധൂപ് ക്യോ നഹി മിൽത്തി. എന്തുകൊണ്ട് നിനക്ക് വെയിൽ കിട്ടുന്നില്ല. സിക്കടി ജാവോ ഓർ ഗാസ് പൂച്ചോ, പോയിട്ട് ആ പുല്ലിനോട് ചോദിക്കൂ. പുല്ലല്ലേ ഗാസ്, അതിൻ്റെ അടുത്ത് ചോദിക്കാൻ പറയുകയാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ലൈനും കൂടി എഴുതിയിട്ട് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇത്രയും മതി, നമുക്ക് 4 സെൻറ്റൻസ് മാത്രമേ എഴുതാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.